വിശുദ്ധനായ പേദ്രോപ്പിയോ ശുദ്ധീകരണ ആത്മാക്കളുമായി വിശുദ്ധന് വലിയൊരു ബന്ധം കൂട്ടായ്മയുണ്ടായിരുന്നു. വിശുദ്ധ പേദ്രോപ്പിയോ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ അനേകം ശുദ്ധീകരണാത്മാക്കൾ പങ്കെടുക്കുമായിരുന്നു. കർത്താവ് ഈ ഒരു കൃപ പ്രത്യേകമായി വിശുദ്ധനെ നൽകിയിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ ആശ്രമത്തിൽ മറ്റു വൈദികരും ബ്രദേഴ്സെല്ലാം അത്താഴം കഴിക്കുന്ന സമയത്ത് ഇദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ ദേവാലയത്തിൽ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധൻ കേൾക്കുകയാണ് ചില മെഴുകുതിരിക്കാളുകൾ വീഴുന്ന ശബ്ദം. ആകെ ഒരു കലപ്പല ഒച്ച കേൾക്കുകയാണ്. പേദ്രോപ്പിയെ നോക്കുമ്പോൾ ആ സ്ഥലത്ത് ഒരു ബ്രദർ ഇങ്ങനെ വളരെ വിഷാദത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ഉടനെ പേദ്രോപ്പിയെ ചോദിക്കും, നീ ആരാണ്? അപ്പോൾ പറയും, ഞാൻ ഇവിടെ ഈ ആശ്രമത്തിൽ ജീവിച്ചൊരു ബ്രദറാണ്, ഞാൻ ശുദ്ധീകരണ ആത്മാവാണ്. ഈ ശുദ്ധീകരണ ആത്മാവ് എന്താ വിശുദ്ധനോട് പറഞ്ഞെന്നറിഞ്ഞു? ഞാൻ ഈ ആശ്രമത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വലിയ വലിയ മാരക പാപങ്ങളോ കൊലപാതകങ്ങളോ ബാങ്ക് കവർച്ചകളോ ഭീകര പ്രവൃത്തികളോ അല്ലെങ്കിൽ ലോകവ്യാപകമായ അക്രമങ്ങളോ ഇതൊന്നും ചെയ്തിട്ടല്ല ദൈവമക്കളെ. എന്നെ ഏൽപ്പിച്ച പ്രവൃത്തികൾ ഞാൻ ചെയ്തു. എന്നാൽ ഞാൻ ചെയ്തത് ഉത്സാഹമില്ലാതെയാണ്, നിരുത്സാഹത്തോടെ, തീഷ്ണതയില്ലായ്മ, മന്ദതയോടെ, ഉത്സാഹമില്ലാതെ ഞാൻ ഈ ജോലികളൊക്കെ ചെയ്തു. പേദ്രോപ്പിയോട് പറയാണ്, 60 വർഷമായി ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ രക്ഷിക്കണം. പ്രിയപ്പെട്ടവർ, ഇത് ചിലപ്പോൾ നമുക്ക് കെട്ടുകഥയായിട്ട് തോന്നും, വെച്ച് കെട്ടി പറയുന്ന കാര്യങ്ങളായിട്ട് തോന്നും. അല്ല, അത് പിശാചിന്റെ ഒരു പരിപാടിയത്. കാരണം ഈ സത്യങ്ങൾ മനസ്സിലാക്കി ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കാനും പരിത്യാഗം ചെയ്യാനും ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിക്കാനും തുടങ്ങിയാൽ അനേകം ആത്മാക്കള് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടും. ഇതിലൂടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, സഭ കൂടുതൽ കരുത്താർജിക്കും, ദൈവവിളികൾ വർദ്ധിക്കും, തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും, വ്യക്തികളിൽ പരിശുദ്ധാത്മ തീയിറങ്ങും, സാത്താൻ അടിസ്ഥാനങ്ങൾ പൊട്ടും, അവന്റെ നുഖങ്ങൾ ഒടിഞ്ഞു പോകും, അനേക ഡെലിവറൻസിലേക്ക് വരും, മാനസാന്തരത്തിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം നമ്മളെക്കാൾ അധികം പിശാചിനറിയാം. അതുകൊണ്ട് അവൻ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് ചുമ്മാ പറയാണ്. നമ്മുടെ അകത്ത് ഈ വിഷം അവൻ കുത്തിവെക്കും. ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല, ഇത് ചുമ്മാ പറയാണ്, ഇതൊരു കെട്ടുകഥയാണ് എന്നൊക്കെ നമ്മളെ ധരിപ്പിക്കുമാറ് പിശാച് ചതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. എൻ്റെ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരി സഹോദരങ്ങൾ. ഒരു നാളിൽ എൻ്റെ അകത്തും ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റന്റ് തിയോളജി കിടപ്പുണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് തിയോളജി. നമ്മളിങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിന് അമിത പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. കർത്താവ് അങ്ങനെയുള്ള ഒരു അത്ര വലിയ കർത്താവ് കരുണയല്ലേ, സ്നേഹമല്ലേ? ഇതെല്ലാം ശരിയാ ദൈവമക്കളെ. കരുണയും സ്നേഹമൊക്കെ ഈ ലോകം വിട്ട് നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ നീതിയാണ്. നീതി മാത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ മറിയ ഫൗസ്റ്റീനയുടെ കർത്താവ് പറഞ്ഞേ, എന്റെ കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ ആരൊക്കെ വിസമ്മതിക്കുന്നുവോ അവർക്കെല്ലാം എന്റെ നീതിയുടെ കവാടത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അത് ഭയാനകമാണ്, ഭയങ്കരമാണ് ദൈവമക്കളെ. ഇനി നീ ഇവിടെ വരരുത്, ഞാൻ നിനക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുപോലെ വർഷങ്ങളായി കിടക്കുന്ന അനേക ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തുണ്ട്. ചെയ്ത തെറ്റെന്താ? ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങള് ഉത്സാഹമില്ലാതെ ചെയ്തു, ഒരു മന്നോഷണമായി, തീഷ്ണതയില്ലാതെ ചെയ്തു. അതിൻ്റെ പേരിലെ വർഷങ്ങളായി കിടക്കുകയാണ്. കാരണം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള പൂർണ്ണതയും ശുദ്ധീകരണവും ആത്മാവിനില്ല. വിശുദ്ധ പേദ്രോപ്പിയോട് തന്നെ അദ്ദേഹത്തിന് ആശ്രമത്തിലൊരു ബ്രദർ പ്രകാരം ചോദിച്ചു, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയുക? ഇത്രയും അനുഭവങ്ങളുള്ളതല്ലേ, ശുദ്ധീകരണ ആത്മാക്കളുമായി അടുത്ത ബന്ധമുള്ളതല്ലേ? കർത്താവ് പല പ്രാവശ്യം ശുദ്ധീകരണ സ്ഥലം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് തൻ്റെ കരുണയാൽ. പക്ഷെ പേദ്രോപ്പിയെ പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ച്, സാധിക്കുന്നവരൊക്കെ ആ സ്ക്രീനിൽ നോക്കി വായിച്ച്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് അവിടുത്തെ അഗ്നി ഉപേക്ഷിച്ച്
ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും അത്. എൻ്റെ ദൈവമേ, ശ്രദ്ധിച്ചേ നിങ്ങൾ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് ശുദ്ധീകരണ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും ശുദ്ധീകരണം ആത്മാക്കൾക്ക് അത് അനുഭവപ്പെടുക. ഇതുപോലെ തന്നെ ഒരു ദിവസം ഒരു സിസ്റ്റർ പേതൃപ്പിയോട് സിസ്റ്റർ ബിറൂളി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, അവിടുത്തെ ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചൊക്കെ അറിയാൻ സ്നേഹത്തോടെ വിശുദ്ധനോട് ചോദിക്കും, എന്താണ് അങ്ങയുടെ അനുഭവം? ഉടനെ വിശുദ്ധ പേതൃപ്പിയെ പറയും, എൻ്റെ മകളെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ഈ ഭൂമിയിലെ അഗ്നിയുടെ കിണറ്റിലേക്ക് തങ്ങളെ തന്നെ എറിയാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് ആ അഗ്നിക്കിണർ തണുത്ത വെള്ളമുള്ള ഒരു കിണറായിരിക്കും.